കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത് യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കൻ്റെ റെസിപ്പിയാണ്. വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഫ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ചിക്കൻ്റെ ലെഗ് പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മളൊരു ഹാമർ ഉപയോഗിച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ചതച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും എരിവുള്ള ചില്ലിയും കൂടിയതാണ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയും സാധനങ്ങൾ പുരട്ടിയിട്ട് നമുക്ക് ഒരു മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ. ഇനി നമ്മളിവിടെ നേരത്തെ കാണിച്ച പൗഡറുകളുണ്ടല്ലോ, അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതിലേക്ക് നമ്മളൊരു 1/2 മുറി നാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ല പോലെ കൈവച്ചൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ല പോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇവിടെ 1 മണിക്കൂറായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ 3 പീസ് ചിക്കനും നമ്മൾ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് 2 പുറവും നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഒരു സോസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയുടെ വെള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കാം. അതുപോലെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സോസ് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്, സൺഫ്ലവർ ഓയിൽ കേട്ടോ. ഇനി ഇതൊന്നും കൂടി നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കുക്കാവാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു വശം നല്ല പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഏകദേശം ഒരു 10 മിനിറ്റ് നേരം കൂടി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നൊന്ന് കുക്കാവട്ടെ കേട്ടോ. നമ്മുടെ സോസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ സോസിൻ്റെ ഉപയോഗം ഇപ്പോൾ കാണാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 2 വശവും നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ 2 പുറവും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. സോസ് ചേർത്തിട്ട് നമുക്കിതൊരു 3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഫ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു 3 മിനിറ്റ് നേരം കൂടി നമുക്കിത് ചെറിയ തീയിൽ മൂടി വെച്ച് റെഡിയാക്കി എടുക്കാം. ഇത് വളരെ സോഫ്റ്റും നല്ല ജ്യൂസിയാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്ക് വേഗം തന്നെ ഇങ്ങനെ പിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല സ്മെല്ലും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു ഉഗ്രൻ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം. ഓക്കേ.